ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഒരുപാട് നാളായിട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ആർട്ടിസ്റ്റ് ആൻഡ് കോ ആക്ടേഴ്സ് ആണ് ഇന്ന് എൻ്റെ ഒപ്പം ചേരുന്നത്. അവരുടെ ഏറ്റവും പുതിയ സിനിമയെ പറ്റി സംസാരിക്കാനായിട്ട് ഈ വരുന്ന ഒക്ടോബർ 16-ാം തീയതി നിങ്ങളുടെ ഏറ്റവും അടുത്ത തിയേറ്റേഴ്സിലേക്ക് തിയേറ്റർ എത്തുകയാണ്. തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി. യെസ്. അപ്പൊ വിശേഷങ്ങളുമായിട്ട് എന്നോടൊപ്പം ചേരുന്നു എന്റെ ഫേവറേറ്റ്, നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് റിമ കല്ലിങ്കൽ, കൂടെ സരസു മാം ഉണ്ട് ആൻഡ് ആനു ഉണ്ട്. ഹലോ. ഹലോ. താങ്ക് യു. അയ്യോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ ആന്റെ ഇന്റർവ്യൂ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട് അല്ലേ? ഐ തിങ്ക് ഫോർ എ കപ്പിൾ ഓഫ് പ്രോജക്ട്സ് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അമ്മേനെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. പക്ഷെ എന്നാലും എന്റെ ഒരു ടീനേജ് സമയത്താണ് റിമ കല്ലിങ്കൽ ഇങ്ങനെ വരുന്നത്. ആ സമയത്ത് ഐ വാസ് സോ എക്സൈറ്റഡ് ആൻഡ് എനിക്ക് ഒത്തിരി ഇഷ്ടം കൂടാനായിട്ട്. ഇത് കണ്ടിട്ട് എന്നെ നിങ്ങൾ ട്രോൾ ചെയ്യരുത്. ഇഫ് ഐ ലുക്ക് എൻറ്റയർലി ഡിഫറെന്റ്. പക്ഷെ അന്ന് യെസ് ഐ ഹാഡ് കർലി ഹെയർ. പിന്നെ അന്ന് ഐ ഹാഡ് ഞാൻ 7th 8th ആ ഒരു സമയത്ത് പഠിക്കുമ്പോ എനിക്ക് സ്പെക്സ് ഉണ്ടായിരുന്നു. അപ്പം അത് എവിടെ കൊണ്ടേ കളഞ്ഞു ഞാൻ. ആ സമയത്താണ് 22 ഫീമെയിൽ കോട്ടയം ഇറങ്ങുന്നത്. ഞാൻ അതേപോലത്തെ സ്പെക്ടക്കിൾസ് വാങ്ങിയിട്ട് എന്നെ അടുത്ത് ചില ആൾക്കാരെ കോംപ്ലിമെന്റ് ചെയ്യുമായിരുന്നു. എന്നെ കാണാൻ റിമ കല്ലിങ്കലിനെ പോലെ ഉണ്ട്. ചില സിനിമയില് ഷീ യൂസ് ടു വെയർ സ്കേർട്ടും ഇങ്ങനത്തെ സ്ലീവ്ലെസ് ടോപ്പ്, സ്കാർഫ്, കയ്യില് നിറയെ വള, പിന്നെ ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ടോപ്പ്, ജീൻസ്, പിന്നെ ഇങ്ങനെ ഇറക്കത്തിലുള്ള ഒരു മാലയൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. നമ്മളെ സമയത്ത് അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്തില്ലേ? ഞാനും പറയുമായിരുന്നു. ഐ റിമെമ്പർ നമ്മൾ അങ്ങനെ കണ്ടിരുന്ന ഒരാളാണ്. കേളി ഹെയർ ഒരു വലിയ ഫാക്ടർ ആയിരുന്നു ഒരുപാട് പെൺകുട്ടികളുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നു. നമുക്കൊക്കെ കുറെ കോൺഫിഡൻസ് തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഒരു ഹെയർ ഫ്ലോണ്ട് ചെയ്യാൻ. തിയേറ്റർ ആണ്, അതൊക്കെ വിട്. തിയേറ്റർ ആണ് ഇവിടുത്തെ വിഷയം. അപ്പം റിമയെ പറ്റിയിട്ട് ഇത്രയും നമ്മൾ സംസാരിച്ചു. പക്ഷെ ആക്ച്വലി നമുക്ക് അറിയേണ്ടത് മീരയെ പറ്റിയിട്ടാണ്. അടിപൊളിയായിരുന്നു. അമ്മയും സൂപ്പർ ആയിരുന്നു കേട്ടോ. റിമ ചേച്ചിയുടെ കൂടെ കട്ടക്ക് പിടിച്ചു നിന്നിട്ടുണ്ട്. ആൻഡ് ഡെയിൻ, മീനാക്ഷി, അഖിൽ ചേട്ടൻ എല്ലാവരും സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആയിട്ട് കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു. സോ നമുക്ക് മീരയെ പറ്റി സംസാരിച്ചു തുടങ്ങാം. എന്താണ് അറിയേണ്ടത് മീരനെ കുറിച്ച്? എനിക്ക് കുറച്ച് കപ്പിൾ ഓഫ് തിങ്സ് ആക്ച്വലി സിനിമ കണ്ടപ്പോ എന്റെ മനസ്സിൽ വന്നു. മീര എന്നൊരു കഥാപാത്രത്തിലേക്ക് റിമ എത്താനായിട്ട് എത്രത്തോളം എഫേർട്ട് വേണ്ടി വന്നു? ആക്ച്വലി ആ എഫേർട്ട് ഉണ്ട്. പക്ഷെ ആ എഫേർട്ടാണ് ഇതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് തോന്നുന്നു എനിക്ക്. നമ്മളായിട്ട് തന്നെ അവതരിപ്പിക്കുമ്പോഴാണ് അതിൽ നമുക്ക് ഒരു there's nothing more to offer എന്നുള്ള ഒരു സ്പേസിൽ നിൽക്കുന്നത്. നമ്മളിൽ നിന്ന് എത്രയും വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ചെയ്യുന്നു. ആ ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എപ്പോഴും. അതിനോട് എത്രത്തോളം നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതും ആളുകളെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ ഈ മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സിനിമ എന്നുള്ള സ്പേസിൽ ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. ഞാൻ മീരയാണെന്നും ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ ഇത്രയധികം ഇതിങ്ങനെ തെങ്ങ് കയറും, ഇതൊക്കെ ചെയ്യും, ഇത്ര ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ സാധ്യമായ ഒരാളാണെന്നും ഇങ്ങനൊരു തുരുത്തിൽ ആരുമില്ലാതെ അമ്മയുടെ ഒപ്പം ഞാനും അമ്മയും മാത്രം താമസിക്കുന്ന ഒരു സ്പേസിലാണ് ജീവിക്കുന്നതെന്നും ആളുകൾക്ക് കാണുമ്പോൾ തോന്നണം. അതിലവർക്ക് ഡൗട്ട് തോന്നരുത്. ആ സ്പേസിലേക്ക് എത്താൻ ആ ഒരു ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജേർണിയാണ്. അപ്പോൾ ആ എഫേർട്ട് എനിക്ക് ഇഷ്ടമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്കത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എത്രത്തോളം എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേർണി. ഈ സിനിമ ആക്ച്വലി കണ്ടപ്പോ അതില് റിമയുടെ നടത്തം പോലും അല്ലെ കുറച്ച് ഒന്ന് മാൻലി ആയിട്ടാണ് നടക്കുന്നത്. ഈ തെങ്ങ് കയറുന്ന ഒരു ജോലി കൂടി ആ ഒരു കഥാപാത്രം ചെയ്യുന്നത് കൊണ്ടായിരിക്കും കുറെ മാൻലി ഇത് സംഭവങ്ങളും കൂടിയിട്ട് ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. ലൈക് നോർമൽ നമുക്കറിയുന്ന റിമ കല്ലിങ്കൽ അങ്ങനെയല്ല നടക്കുന്നത്. അപ്പം ഇത് തിയേറ്റർ ഓർ ഡാൻസ് എന്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇത്രയും അധികം ബ്ലെൻഡ് ചെയ്തൊരു കഥാപാത്രം കിട്ടുമ്പോൾ അതിലേക്ക് കയറാൻ പറ്റുന്നത്? ഇപ്പൊ നമ്മൾ ഈ തുരുത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നുള്ള ആ ബോധ്യം ഉണ്ടല്ലോ. ലൈക്ക് അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് ജെൻഡർ എന്ന് പറയുന്നത് ഒരു പെർഫോമൻസും കൂടിയാണ്. നമ്മുടെ ഒരു സൊസൈറ്റി നമ്മളെ എങ്ങനെ ഒരു സ്ത്രീ ആവുമ്പോൾ ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മളൊരു സൊസൈറ്റിയിലും അല്ലെങ്കിൽ ഒരു അതിന്റെ നടുക്ക് നിൽക്കുമ്പോഴാണ് നമ്മളത് പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതെല്ലാം. ഇപ്പൊ ഞാൻ ചിലപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ആരും കാണാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ലായിരിക്കും അല്ലേ? അപ്പോൾ ഇതിലും തുരുത്തിലും അങ്ങനെയാണല്ലോ. ഇവരെ കാണാനോ നോക്കാനോ ഒന്നും ആരും ഇല്ല എന്നുള്ള ധൈര്യത്തിലാണ് മീര
എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ഡേ ടു ഡേ ലൈഫിൽ. ഓക്കെ, സോ ആ ഒരു ഫ്രീഡം കാണിക്കാനായിട്ടാണ് തുടക്കത്തിലുള്ള കുറച്ച് സീൻസ് ഒക്കെ വെച്ചത്. ആൻഡ് ഓൾസോ ഈ പറയുന്ന പോലെ എന്റെ ബോഡി ലാംഗ്വേജിലും ആ ഫ്രീഡം വരണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ബ്രീഫ് ക്യാരക്ടറിന്റെ സ്പേസിൽ. അമ്മ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു പറയുമ്പോ ചേച്ചിയുടെ അമ്മയായിട്ട് അഭിനയിച്ചൊരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ അമ്മയും മോളുമായിട്ട് ചെയ്തു. ഈ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇവളെ ബുദ്ധിമുട്ടിയെന്നുള്ളതൊരു പേടിയായില്ല. ഞാൻ ഇവളെ അത്ര പരിചയമുള്ള ഞാൻ അത്ര പരിചയം ഇല്ലല്ലോ, ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതൊരു ഭയം ഉണ്ടായിരുന്നു. എന്നാലും അമ്മയും മോളും നന്നായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നത്. അത് ഒറ്റപ്പെട്ട ദൂരത്തിൽ ഞങ്ങൾ ഒരു അമ്മയും മോളും കുറെ പട്ടികളും ഒക്കെ തന്നെയുള്ളൂ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി, നന്നായിട്ട് ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. അമ്മനെ ഞാൻ ശ്രദ്ധിക്കുന്നത് സുഡാനി ഫ്രം നൈജീരിയയില് ആ മൂവിയിലാണ് അമ്മനെ ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പം എനിക്കത് കണ്ടപ്പോ തോന്നിയ ഒരു സംഭവമാണ്, അതിനകത്ത് ലൈക് സൗബിക്കാന്റെ അമ്മയായിട്ടുള്ള ഒരു അമ്മയും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ തലയിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഏത് പ്രായത്തിലാണെങ്കിലും നമ്മളെ തേടി വരും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സക്സസ് ഒക്കെ ഞാൻ കുറച്ചും കൂടെ യങ് ആയിട്ടിരിക്കും, അതായത് ഇവരുടെയൊക്കെ ഒരു പ്രായത്തിലിരിക്കുമ്പോ എന്നെ തേടി എത്തിയിരുന്നെങ്കിൽ എന്നൊരു തോട്ട് അമ്മയ്ക്ക് ഉണ്ടോ? തീർച്ചയായിട്ടും. അയ്യോ, അങ്ങനെയല്ല, അത് മോഹൻലാൽ നായികയായിട്ട് ചെയ്യാൻ അതൊന്നും ഓർത്തില്ല. അല്ല, അത് ഞാൻ ചെയ്തു എന്നുള്ളത് ശരിയാ. പക്ഷെ നീ ഇത്തിരി കൂടി നല്ല, ഞാൻ എന്താ പറയാ, നല്ല പ്രായത്തിലൊക്കെ നാടകത്തിലായിപ്പോയി, അവിടെയായിരുന്നു. അപ്പൊ ഞങ്ങക്ക് ഒരു പടം അഥവാ വന്നാലും പോകാൻ പറ്റൂല, എഗ്രിമെന്റ് ആണ്. മെയ് തൊട്ടിട്ട് മെയ് വരെ അവർക്ക്. അപ്പം നമ്മൾ അതിൽ വല്ല മുടക്കും വന്നാൽ നമ്മൾ എല്ലാ നഷ്ടപരിഹാരവും വെച്ചു കൊടുക്കണം. അതുകൊണ്ട് പടങ്ങളൊക്കെ വന്നിരുന്നു, പക്ഷെ പോവാൻ പറ്റിയില്ല, പേടി. നാടകം എന്ന് പറയുന്ന ഒരു വലിയ കൾച്ചർ അല്ലേ ഇന്നത്തെ സിനിമാ നടന്മാരെ നടിമാരെ ആൾക്കാർ കാണാൻ. അതുകൊണ്ട് പിന്നെ എപ്പോഴാണ് സിനിമയെല്ലാം വന്നത്, അപ്പൊ പിന്നെന്താ പറയാ, പോവാനും പറ്റാത്ത അവസ്ഥയാണ്. കണ്ടില്ലേ, അതേപോലെ അങ്ങനത്തെ വേഷങ്ങളൊക്കെ പറ്റുമോ? അത്രേ പറ്റൂ. അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചു, ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പോഴും ലോകം അറിയുന്നില്ല, അതിലാണ് കാര്യം. നമ്മുടെ പ്രായം എന്നൊക്കെ പറയുന്നത് ഇവിടെയല്ലേ. ഇവരുടെ ഈ ഒരു ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞു ഗൈസ്, ഇപ്പോഴും ഇവരുടെ ഇതേ എനർജിയില് അമ്മ നടുക്കിരുന്ന് കൊടുത്തോണ്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പഴയ കാലത്ത് നിന്ന് ഇപ്പൊ ആലോചിക്കുമ്പോ എന്താ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നേ? മിസ് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാല്, ചിലപ്പോ നിങ്ങളുടെ നല്ലൊരു ക്വാളിറ്റി ടൈം ഒക്കെ കില്ല് ചെയ്യുന്നത് ഈ ഒരു സാധനത്തിന്റെ എൻട്രി മൂലമായിരിക്കും. അങ്ങനെ എന്താണ് പഴയ കാലത്തെ പറ്റി ഓർക്കുമ്പോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? പഴയ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോ അന്നൊന്നും മൊബൈലും കാര്യമൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. സാധാരണ പോലെ ഒന്നും ഒക്കെ കമ്പി അടിക്കല്, കത്തയക്കല്, അതൊക്കെയുള്ളല്ലോ ഉള്ളതല്ലോ. അല്ലാതെ ഫോണോ ഇങ്ങനത്തെ ഫോണും ഇല്ല, ഒരു ഫോണും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിഷമങ്ങളായിരുന്നു. പിന്നെ ഇനി കൂടുതലായിട്ടൊന്നും ഓർക്കാനൊന്നും പറ്റിയില്ല. വീട്ടിലുള്ള ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് ഒരു തല്ലുണ്ടാക്കണം, മെസ്സേജ് അയക്കണം, എന്തൊരു പാടായിരുന്നു. ഞാൻ ആ ബോയ് ഫ്രണ്ടിന്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയണമെങ്കിൽ അത് അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ദേഷ്യം മാറിയിട്ടുണ്ടാവും. പാടായിരുന്നില്ല അമ്മ? അത് പാടായിരുന്നു. പക്ഷെ പ്രേമിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ? പറ. കേക്കട്ടെ, നീ വെറുതെ ഓരോ വിഷമങ്ങൾ ഉണ്ടാക്കരുത്. വിഷമാണോ? നല്ല കാര്യല്ലേ, നല്ല കാര്യല്ലേ. വേറെ എന്തെങ്കിലും ചോദിക്കാൻ ഓക്കെ. അങ്ങനെയെങ്കിൽ അമ്മ ഈ ഒരു കഥാപാത്രത്തിലേക്ക് മീരയുടെ അമ്മയായി അമ്മ എങ്ങനെയാണ് ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമാവുന്നത്? അത് ഓക്കെ അല്ലേ ക്വസ്റ്റ്യൻ? ഞാൻ അഭിനയിക്കാൻ എന്നെ സാറ് വിളിച്ചപ്പോ തന്നെ റീമയാണ് മോളായിട്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ വേഷാണെന്നൊക്കെ ഒരു രൂപം തന്നിരുന്നു എനിക്ക്. വന്നപ്പോ പിന്നെ റീമയായിട്ട് നല്ല പരിചയമായി എല്ലായി. അതുകൊണ്ട് അമ്മയും മോളായിട്ട് നന്നായിട്ട് ചെയ്ത് മനസ്സ് തട്ടി ചെയ്യാൻ പറ്റി എല്ലാ സീനുകളും. എന്നെ കൊണ്ട് കഴിയും പോലെ, സാറ് പറഞ്ഞ പോലെ എന്നെ കൊണ്ട് കഴിയും പോലെ ഞാൻ എല്ലാം നന്നായിട്ട് ചെയ്തു. ടെൻഷൻ ഉണ്ടോന്ന് ചോദിക്കാനില്ല, ടെൻഷനേ ഉള്ളൂ. ടെൻഷൻ ഉണ്ടോന്ന് ചോദിക്കണം, ടെൻഷനേ ഉള്ളൂ. ഒരു പ്രശ്നമില്ല. പക്ഷെ എപ്പോഴും അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ, അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ. ഇതിന് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പര് ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ടെൻഷൻ അടിച്ചിരിക്കും. പക്ഷെ ആക്ഷൻ കഴിയുമ്പോ ആള് കുഴപ്പമില്ല. അങ്ങനെയെല്ലാം കൂടെ ചെയ്ത് നല്ലൊരു പടം ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു പടം ആവട്ടെ.
ആകട്ടെ എന്തായാലും കാൻസിലൊക്കെ അല്ലേ ഇതിന്റെ ടീസർ ഒക്കെ കാണിച്ചു. ടീസറോ ട്രെയിലർ ഓക്കെ ഒക്കെ കാണിച്ച ഒരു സിനിമയാണ്. ഓൾറെഡി ഒരു ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടി, അതിന് കൺഗ്രാചുലേഷൻസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വഴിയെ ഒരുപാട് നല്ല അഭിനന്ദനങ്ങൾ ഈ സിനിമയിലൂടെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം നല്ലൊരു സപ്പോർട്ടിംഗ് വേഷത്തിലുണ്ട്, ലിറ്ററലി അല്ലേ ഒരു സപ്പോർട്ടിംഗ് വേഷം. സപ്പോർട്ട് തന്നെയാണ് അതിന്റെ. പറയൂ, ഹൗ സ്പെഷ്യൽ ഇസ് ദിസ് ക്യാരക്ടർ? നഴ്സിന്റെ ക്യാരക്ടർ എന്റെ മൂന്നാമത്തെ നഴ്സാണ്. ഇറ്റ്സ് വെരി ഡിഫറെന്റ്, വളരെ ഡിഫറെന്റ് ജോണറിൽ ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കുറച്ചൊരു ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും കഥയാണെങ്കിലും എല്ലാം കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് ഓൾസോ. അപ്പം റിമയാണ് ഇതിൽ ചെയ്യുന്നത് കേട്ടപ്പോൾ തന്നെ ഐ വാസ് എക്സൈറ്റഡ് ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ ഓൾസോ സജിൻ. ആൻഡ് പിന്നെ വന്നിട്ട് നമ്മളങ്ങ് സിങ്ക് ആയതാണ്. ഇനി ഒരു നഴ്സ് വേഷം വന്നു കഴിഞ്ഞാൽ ചെയ്യത്തില്ല, ഞാനൊരു യൂണിഫോം മേടിച്ചേക്കാൻ പോവാ. പക്ഷെ എല്ലാ നഴ്സിനെയും എങ്ങനെ ഏത് രീതിയിൽ വ്യത്യസ്തമാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ആനിന്റെ കഴിവ്. കാരണം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് ഒരു കോമഡി ഐ ഗിവ് ഇറ്റ് ടു ദ റൈറ്റർ ആൻഡ് ഡയറക്ടർ ആക്ച്വലി, ബിക്കോസ് ആ ക്യാരക്ടർ ഇപ്പൊ ഇതേപോലെ ആയിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. അത് കോമഡി ക്യാരക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ കരിക്കല് ചെയ്തത് വാസ് ദ റൈറ്റിംഗ് വാസ് ഗുഡ്, റിയലി ഗുഡ്. അപ്പം ഐ ജസ്റ്റ് ഹാഡ് ടു ഡു ഇറ്റ്. വിശേഷത്തിലും യെസ്. അപ്പം അത് ഓരോ രീതിയിലുള്ള ഒരു നഴ്സ് അങ്ങനെ ഒരു നഴ്സ് ഇങ്ങനെ നഴ്സുകളിൽ നമ്മൾ തന്നെ ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോ പലതരം അപ്പൊ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒബ്സർവേഷൻ എടുക്കാറുണ്ടോ? ലൈക്ക് ആണെങ്ങനെ ഒരു നഴ്സ് കഥാപാത്രം ചെയ്തതിന് ശേഷം പിന്നീട് ഹോസ്പിറ്റലിൽ പോയിട്ട് നഴ്സസിനെ കാണുമ്പോ ഡു യു ടേക്ക് തിങ്സ് ഫ്രം ദം? നിങ്ങൾ ആക്ടേഴ്സ് എപ്പോഴും അങ്ങനെ ആയിരിക്കണമല്ലോ. ഞാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട്, ലൈക്ക് ഒബ്സർവ് ചെയ്യാൻ ട്രൈ ചെയ്യും. പക്ഷെ ടു ബ്രിങ് ഇറ്റ് ഇൻ മൈ പെർഫോമൻസ് കുറച്ച് ഹാർഡാണ്. പക്ഷെ ഐ ഡു ഒബ്സർവ് ലൈക്ക് അവരിങ്ങനെയാണ്. ചില നഴ്സസ് ഭയങ്കര സ്പീഡിൽ പരിപാടി ചെയ്യുന്നത്, ഇവര് ദേഷ്യം പിടിക്കുന്നവര്. ഐ മീൻ ദേഷ്യം എന്നല്ല, ലൈക്ക് ദേ ലൗഡ്, സം ആർ നോട്ട് ലൗഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറൻസ്. പക്ഷെ അത് എന്റെ ആക്ഷൻ എന്ന് പറയുന്ന സമയത്തേക്ക് ഞാൻ പേടിച്ചിട്ട് ചിലപ്പോ ഓർമ്മ വരില്ല. പക്ഷെ ഓക്കെ, അപ്പം ലെറ്റ് മീ സ്റ്റാർട്ട് ഫ്രം ദെയർ. അതായത് നിങ്ങൾ ആക്ടേഴ്സ് എപ്പോഴും ഇങ്ങനെ കണ്ണും ചെവിയും തുറന്ന് ഇങ്ങനെ അബ്സോർബ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. ആ ഒരു ഒബ്സർവേഷൻ സ്കിൽസ് ഭയങ്കര ഹൈ ആയിരിക്കണം. ഡെഫിനറ്റ്ലി മീര ചെയ്യാനായിട്ട് എന്തായാലും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ റിം ചേച്ചി ചെയ്തിട്ടുണ്ടാവും. എനിക്ക് അത് എന്താണെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. കാരണം തെങ്ങ് കയറുന്ന സംഭവമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. തെങ്ങ് കയറുന്നത് ആക്ച്വലി ഇപ്പൊ ഈ ഒരു ചേട്ടൻ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നതും അല്ലാതെ നമുക്ക് അതിന്റെ ഒരു ഐഡിയ ഒരു ബേസിക് ഒരു മൂവ്മെന്റും ടെക്നിക്കും തലപ്പോയിട്ട് കയറി. പക്ഷെ ഇതുണ്ട്, എന്താ പറയാ, എന്താണ് അതിനെ പറയാ, റോപ്പിയ. പക്ഷെ നമ്മൾ കയറി തന്നെയാണ്. ലൈക്ക് നമ്മുടെ ആ ആക്ഷൻ കൃത്യമായിട്ട് ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ കയറണം, നമ്മൾ തന്നെ യൂസ് ചെയ്ത് കയറണം. ഇറ്റ് വാസ് ഫിസിക്കലി സ്ട്രെയിനിങ് ബിക്കോസ് നമ്മൾ സ്ഥിരമായി ഇപ്പൊ നമ്മളൊരു കാര്യം സ്ഥിരമായി ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു അനായാസമായിട്ട് ചെയ്യാനും അല്ലെങ്കിൽ ആ സ്പെസിഫിക് മസിൽ സെറ്റ് ഡെവലപ്പ് ആവുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ കേറിയിട്ടില്ല. അതും അങ്ങനെ ആ ഒരു ആക്ഷൻ ഇസ് നോട്ട് സംതിങ് ദാറ്റ് വി ഡു റെഗുലർലി, റൈറ്റ്? അപ്പൊ അത് ഫിസിക്കലി ടാക്സിങ് ആയിരുന്നു. പക്ഷെ ഇറ്റ് ഇസ് ഫൺ. ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കുന്നു, അത് ചെയ്യാൻ ശ്രമിക്കുന്നു, അതും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നു. അതൊരു വിഷയമേ അല്ല. പക്ഷേ ഇപ്പൊ മീര എന്ന് പറയുന്നത് ഒരു നാട്ടുംപുറത്തെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ നാട്ടുംപുറത്ത് കാണുന്ന സ്ത്രീകളുടെ ഒരു ബോഡി ലാംഗ്വേജ് വേണം. അതിൻ്റെ ഒപ്പം തന്നെ മീര എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു എൻവയോൺമെന്റിൽ ജീവിക്കുകയാണ്. അതായത് ഒറ്റയ്ക്ക് ഇതൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ ഇവര് ഈ പറയുന്ന പോലെ സാധാരണ സൊസൈറ്റിയിൽ നിന്ന് കട്ട് ഓഫ് ആയി ജീവിക്കുന്ന അതിൻ്റെതായ ചില പെക്യുലാരിറ്റീസും ഇവരുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാവണം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഒരു ബാലൻസ് എങ്ങനെയാണ്, എന്തൊക്കെ കൊണ്ടുവരണം ഇത് കൺവിൻസിങ് ആവാൻ എന്നുള്ളത്, ആ ബാലൻസ് പിടിക്കലും ആ ബാലൻസ് എന്താണെന്ന് നിശ്ചയിക്കലും ഒക്കെ ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഐ തിങ്ക് ചെറുപ്പത്തിൽ നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു 8 കൊല്ലം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ലൈക്ക് ഊട്ടി സേലം ഒക്കെ ആയിട്ട്. പിന്നെ പക്ഷെ എന്നാലും സമ്മർ വെക്കേഷൻസിലും ഒക്കെ വരുമ്പോഴും നമ്മുടെ ഇപ്പോൾ ഞാൻ ചാവക്കാട്, പാടൂര്, മുല്ലശ്ശേരി, ഗുരുവായൂരടുത്ത്, ഇപ്പം അമ്മേരെ വീട് ആലപ്പാട്, അവിടെയൊക്കെ കണ്ടിട്ടുള്ള നല്ല നാട്ടുംപുറത്തെ നല്ല ഉഗ്രൻ സ്ത്രീകളെ ആ മെമ്മറീസ് നമ്മുടെ മനസ്സിൽ ഡെഫിനറ്റ് ആയിട്ടുണ്ടല്ലോ. അല്ലാണ്ട് ഈ സിനിമ കമ്മിറ്റ് ചെയ്തതിനു ശേഷം ഒരു യാത്ര പോവുകയോ ആരെങ്കിലും അങ്ങനെ? ഞാൻ ഇതിന്റെ കണ്ടിരുന്നു അല്ലേ. അപ്പൊ ക്ലൈമാക്സിലുള്ള
കളത്തിൻ്റെ അതിൻ്റെ ഒരു റിസർച്ചിന് വേണ്ടി അതിൻ്റെ ഒരു മൂഡും, ബിക്കോസ് ഞാൻ അല്ലാതെ അങ്ങനെ ഒരു അമ്പലവാസിയോ അങ്ങനെ റിലീജിയസോ അല്ല. അപ്പം അതിന് വേണ്ടി അതെനിക്ക് ഓൾറെഡി ഞാൻ പല സമയത്തായിട്ട് കണ്ടിട്ടുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്പേസ് ആണ് അത്. അതിൻ്റെ അതിൻ്റെ ആ ശബ്ദവും അതിൻ്റെ ആ അറ്റ്മോസ്ഫിയറും. അപ്പം അത് ശരിക്കും അത് സോക്കിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് കൊണ്ടുവരുന്ന ഒരു മൂഡും ആ സ്പേസും എന്താണെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ മീര എന്നുള്ള ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജിലേക്ക് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളെ ഒരുപാട് സ്ത്രീകളിൽ നിന്നാണ് നമ്മളത് എടുക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക്. ഈ തെങ്ങ് കയറുന്ന എത്ര റീടേക്ക് എടുക്കുക അങ്ങനെ എന്തെങ്കിലും? ഞാനൊരു 1/2 ദിവസം അതിന്റെ മുകളിലായിരുന്നു. എന്റെ പൊന്നോ, അന്ന് ഞാൻ കരഞ്ഞില്ലെന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മളിതല്ലാതെ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ എന്തൊക്കെ പറയുമ്പോഴും. ഇറ്റ് ഇസ് സംതിങ് ന്യൂ, യു വുഡ് നെവർ ഡു ദിസ് അതർവൈസ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇഷ്ടം. ഈ തിയേറ്റർ എന്ന് പറയുന്ന സിനിമയില് ഇവരുടെ പെർഫോമൻസ് ഉണ്ട്, ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് എല്ലാം, പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ദ മേക്കപ്പ്. സേതു ചേട്ടനാണ് ചെയ്തിരിക്കുന്നത് മേക്കപ്പ്. എത്ര നേരം എടുത്തു ആക്ച്വലി ആ ഒരു മീരയുടെ ആ ഒരു രോഗാവസ്ഥ റെഡിയാക്കി എടുക്കാൻ? അത് ഇപ്പൊ നമ്മൾ ഷൂട്ട് ഇപ്പൊ ഇങ്ങനെ പറയാണ് 8 മണിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 മണിക്കൂർ നേരത്തെ നമ്മളെത്തും, എന്നിട്ട് തുടങ്ങും. അപ്പൊ എന്റെ ഒരു ഫോട്ടോ ഉണ്ട് ഇങ്ങനെ ഇരിക്കണത്. ഞാൻ 4-5 പേര്, ഒരു 3-4 പേരുണ്ടാവും ഫുൾ ടൈം. അത് അഴിക്കാനും, അതായത് ഇപ്പൊ പാക്കപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം അഴിക്കാൻ എടുക്കും കുറച്ചധികം സമയം. അതിനും വേണം 3-4 ആൾക്കാർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നെക്സ്റ്റ് ഡേ ഇതിന്റെ കണ്ടിന്യൂഷൻ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കുരു പോലും ഫുൾ ഫോട്ടോസ് എടുത്ത് കണ്ടിന്യൂറ്റിക്ക് ഒരു ചാർട്ട് തന്നെ ഉണ്ടായിരുന്നു ഈ പ്രോസ്തറ്റിക് മേക്കപ്പിന്. ലൈക്ക് ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടല്ല ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ രോഗം ഇങ്ങനെ കൃത്യമായി പുരോഗമിക്കുന്ന അനുസരിച്ചല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഇപ്പൊ 5ാമത്തെ ദിവസമാണെങ്കിൽ 5ാമത്തെ ദിവസം ഇത്രയും സിവിയർ ആയിട്ട് ഇത് പ്രോസ്തറ്റിക്സ് ഇടണം, അങ്ങനെ ചാർട്ട് ചെയ്യണം. അതാണ് ആദ്യം ചെറിയൊരു ബൈറ്റ്, പിന്നെയാണ് കൂടി അയ്യോ അത് നമുക്ക് കണ്ടിരിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. അത് നേരിട്ട് കണ്ട ഒരു ആൾക്കാർ എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് ആന്റെ ക്യാരക്ടറാണ്. പറയൂ, അത് നേരിട്ട് കാണുമ്പോ ഒരു ആ ഫീലിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി അവിടെ ആണല്ലോ ഹോസ്പിറ്റൽ. അത് ശരിക്കും ഹോസ്പിറ്റലായിരുന്നു. നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ, ഐ തിങ്ക് അത് എവിടെയോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതും ഒക്കെ ഹോസ്പിറ്റലിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയർ ഇസ് ഓൺലി ആ ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ ആളെ കാണുമ്പോൾ ശരിക്കും സങ്കടമാവും. അധികം അഭിനയിക്കേണ്ടി വന്നില്ല. പക്ഷെ കട്ട് വിളിക്കുമ്പോ എഴുന്നേറ്റ് കൂളായിട്ട് പോകുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് ഫുൾ മൂവ്മെന്റ് ഇല്ല. ഇത് പ്രോസ്തറ്റിക്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഒരു സൈഡിലാവും. അതാണ് നമ്മൾ ആക്ച്വലി ഇതിപ്പോ ഓഡിയൻസിന് എടുത്താൽ പറയാം, നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ അഭിപ്രായങ്ങൾ കീറിമുറിച്ച് പറയാനായിട്ട് ഇറ്റ്സ് വെരി ഈസി. പക്ഷെ ഞാനിത് എടുത്ത് ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കാണുന്ന പ്രേക്ഷകർ ഐ വോണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ഇവരുടെ ഇതിന്റെ പുറകിലുള്ള എഫേർട്ട്. അപ്പൊ അതിനൊരു വലിയ കാര്യം കേട്ടോ. തെങ്ങ് കയറാൻ പഠിച്ചു, മേക്കപ്പ്. പക്ഷെ എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇനിയിപ്പോ നമ്മൾ ഇതൊക്കെ ബുദ്ധിമുട്ടി ഇതൊന്നും ഓഡിയൻസിന് അറിയേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഫ് വി ഡോണ്ട് കൺവിൻസ് ദം, വി ഡോണ്ട് കൺവിൻസ് ദം. അത് നമ്മുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ കരുതുന്നു എന്ന് പറയാം. ഞാൻ ആസ് ആർട്ടിസ്റ്റ് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് പ്രിവ്യൂ കണ്ട ഒരാൾ എന്നുള്ള രീതിയിൽ കൺവിൻസിംഗ് ആയിട്ട് തന്നെ മീരേനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ അവാർഡ് ഫോർ ദിസ് ഫിലിം എന്ന് ഞാൻ പറയുന്നു. ഇപ്പം ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള സജൻ ചേട്ടൻ, അദ്ദേഹം ബിരിയാണിയാണ് ഇതിനു മുമ്പ് ഡയറക്ട് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു മച്ച് അവൈറ്റഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉണ്ടാവില്ല. ഞാൻ ആനിൽ നിന്നൊന്ന് സ്റ്റാർട്ട് ചെയ്തത്, ബിക്കോസ് ആനിന് കുറേ കൂടെ ഒരു എക്സൈറ്റ്മെന്റ് തരുന്നതായിരിക്കും. ബീങ് എ ഫിലിം എൻതൂസിയാസ്റ്റ്, തന്നെ വഴി പേവ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ലേ? ഐ തിങ്ക് ഇൻഡിപെൻഡന്റ് മൂവീസ് ആർ വെരി ഡിഫറെന്റ് എന്ന് തോന്നിയിട്ടുണ്ട്. അവിടെ എന്താ പറയാ, എവറിത്തിങ് ഫീൽസ് കുറച്ച് ഡിഫറെന്റ്. അപ്പം I really wanted to work also with ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ടീംസിൻ്റെ കൂടെ. അപ്പം സജൻ ഹു ഹാസ് ഓൾറെഡി പ്രൂവ്ഡ് വിത്ത് എ മൂവി ഓർ ടു, അപ്പം അതിൻ്റെ ഒരു ഭാഗം പറ്റിയത് വലിയ കാര്യമായിട്ട് തോന്നുന്നു.
ഈവൻ കൃഷാന്തിന്റെ കൂടെയും ഇപ്പൊ വർക്ക് ചെയ്യാൻ പറ്റി. ഈവൻ കൃഷാന്ത് സ്റ്റാർട്ടഡ് ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക്സിലാണ് തുടങ്ങിയത്. ആൻഡ് അങ്ങനെ കുറച്ച് വർക്ക്സ് ഇങ്ങനെ ഇൻഡിപെൻഡന്റ് മൂവീസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. റിമ ചേച്ചി പറയൂ, ലൈക്ക് ഒരു നല്ല അവാർഡ് വിന്നിംഗ് ഒരുപാട് ഡിസ്കഷൻ ആയിട്ടുള്ള ഒരു മൂവിയാണ് ബിരിയാണി എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത പ്രോജക്ടിന്റെ ഭാഗമാകാൻ പറ്റിയത് അതെ എന്ത് ലൈക്ക് വാട്ട് ഹി ബ്രോട്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ലൈക്ക് ഇപ്പൊ നമ്മള് ആഗ്രഹിക്കുന്നത്, നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന പുതിയതായി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള സ്പേസ് എന്താണ് എന്ന് തന്നെയാണല്ലോ നമ്മൾ നോക്കിയിരിക്കുന്നത്. എല്ലാ ആർട്ടിസ്റ്റുകളും അത് തന്നെയാണ് നോക്കുന്നത്. എല്ലാ ആക്ടേഴ്സിനും അതാണ് ചെയ്യേണ്ടത്. പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന, പുഷ് ചെയ്യാൻ പറ്റുന്ന, ബൗണ്ടറീസ് പുഷ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇത്രയും കാലത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റോള്, ഇങ്ങനത്തെ ഒരു സ്കേപ്പ് എനിക്ക് കിട്ടുന്നത്. സോ ഐ വാസ് വെരി വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള എന്താ പറയുക ഇത്രയും ഡെപ്തിലേക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് മാത്രം നോക്കിയാണോ ചേച്ചി ഇപ്പൊ ചൂസ് ചെയ്യുന്നത്? ലൈക്ക് 2023 നീല വെളിച്ചമാണ്, 24 ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, 25 ഇപ്പൊ തിയേറ്റർ. ഇപ്പൊ ഞാൻ പറയുമ്പോ I would actually want to do something like this. Then I would want to do something like out and out ഒരു കോമഡിയോ അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യലോ, ലൈക്ക് അത് ചെയ്യാൻ അല്ലെ. നമ്മൾ ഒരേപോലത്തെ സിനിമകൾ ചെയ്യാനല്ലല്ലോ നമ്മൾ വ്യത്യസ്തമായ സിനിമ. അതാണല്ലോ റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ആർട്ടിസ്റ്റിന്റെ റേഞ്ച് നോക്കൂ എന്ന് പറയുന്നത് എല്ലാ തരം സ്പേസിലും നമ്മൾ കൺവിൻസിംഗ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോഴാണല്ലോ. അതാണ് നമുക്ക് ആഗ്രഹം. അത് ഉണ്ടാവാത്തത് കൊണ്ടാണ്. അങ്ങനത്തെ ഓഫേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹൂ വുഡന്റ് വാണ്ട് ടു ഡു ഇറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഡെലുലുവിന്റെ അപ്ഡേറ്റ്സ് ചോദിക്കാം. ഡെലുലു എഴുതി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അനുരാഗ് കശ്യപ്പാണ് രമ്യുണ്ട്. സോ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ആയിരിക്കും. സോ ബെസ്റ്റ് ഓഫ് ലക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അയ്യോ അമ്മോ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കഴിഞ്ഞ ദിവസം നിഷാദ് സാറിന് ഇന്റർവ്യൂ എടുത്തപ്പോ നിഷാദ് സാറിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് ഭയങ്കര ഇഷ്ടം. അത് ആ ഒരു കോമഡി രീതിയിൽ ഞാൻ ചിരിക്കാനുള്ള സിനിമയാണ്. അപ്പൊ ഈ സിനിമ ആദ്യമായിട്ട് ഒരാളെ സിനിമയായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ. പക്ഷെ അതിലെനിക്ക് ഉർവശി ചേച്ചിയായിട്ട്, പ്രഭു സാറായിട്ട്, ജഗതി ചേട്ടനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുള്ള ഒരു മൂവ്. അപ്പൊ അതെനിക്ക് അതുകൊണ്ട് അത് ഒരു ഡെഫിനറ്റ്ലി ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഇസ് സോ, അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ദെയർ ഇൻ മൈ മൈൻഡ്. ഇനി എന്താണ് അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ? എനിക്കൊന്നുമില്ല എന്നൊക്കെ. എനിക്കാണോ ഉള്ളത്? അമ്മയ്ക്കുണ്ടാവും അല്ല? ആണോ? ഓക്കെ. അമ്മ പക്ഷെ 30 സിനിമ കഴിഞ്ഞു ആഫ്റ്റർ സുഡാനി അല്ലേ? ഇത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മ പ്രായം ഇവിടെയാണ്. ഇവരുടെ ആ ഒരു എനർജി ലെവലാണ് അവിടെയാണ് നിൽക്കുന്നത്. ചെക്ക് എന്ന് ഞങ്ങൾ ജെൻസി ലാംഗ്വേജിൽ പറയും. ഓക്കെ, പറയൂ. എനിക്കിപ്പോ കൃഷാന്തിന്റെ ഒരു മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞിട്ട് അതില് രജീഷ വിജയനാണ് മെയിൻ, നിരഞ്ജ്, അങ്ങനെ എല്ലാവരും ഉണ്ട്, ദിവ്യപ്രഭ. അപ്പൊ അതിലൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അതാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ കുറച്ച് സംസാരിക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ മറ്റേ ഹോട്ട്സ്റ്റാറിന്റെ സീരീസ് നിങ്ങളുടെ ഭാഗം കാണിക്കോ? അജു ചേട്ടന്റെയും ആന്റെയും ലവ് സ്റ്റോറി അത് കാണിക്കോ? ഇല്ലെന്നാണ് ഞാൻ ലാസ്റ്റ് കേട്ടത്. ശരിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് രസമായിരിക്കും തോന്നുന്നു. നിങ്ങളുടെ ഒരു ഇതെങ്ങനെയാണ് പോകുന്നത്? മറ്റേ സിഗ്മ മെയിലായി നടന്ന പുള്ളിയുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നപ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് കാണാനായിട്ട് രസമായിരിക്കും. പറഞ്ഞു നോക്കണുണ്ട് എനിക്ക് വെറുതെ. ആള് വേറെ സിനിമ, വിഷ്ണു വേറെ കഥ എഴുതിക്കൊണ്ടിരിക്കുക. അമ്മ പറയൂ, ഏതെങ്കിലും പുതിയ സിനിമകൾ ഇനി റിലീസ് ആവാനുണ്ടോ? ഇതല്ലേ ഉള്ളൂ. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് പിടിക്കാമോ? സിനിമ അല്ലേ? റഷ്യ, ഫ്രാൻസ് ഒക്കെ എത്തി നിൽക്കുകയാണ്. വേണം. ഓക്കെ, റിമ യെസ് പറയൂ. ഇല്ല, ആസ് ഓഫ് നൗ വേറെ മൂവീസ് ഒന്നും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഐ എം ടേക്കിംഗ് മാമാങ്കം ടു ദി ബാഗ്ദാദ് ഫെസ്റ്റിവൽ ഈ ഒക്ടോബർ 8th. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ആക്ടർ ആകുന്നതാണോ അതോ ഇപ്പം നമുക്കറിയാം അസോസിയേറ്റ് പ്രൊഡ്യൂസർ ആയിട്ടും കോ പ്രൊഡ്യൂസർ ആയിട്ടും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും കൊമേഴ്ഷ്യൽ ഹിറ്റ്സ് ആണ്. അപ്പം എന്താണ് വാട്ട് ഗിവ് യു ദാറ്റ് ത്രില്ല്? ആക്ടർ ആയിട്ട് ആ സ്ക്രീനിൽ ഇത് കാണുന്നതാണോ അതോ നമ്മൾ പൈസ ഇറക്കിയ ഒരു പടം ഇരട്ടി വരുന്നതാണോ?
ഐ തിങ്ക് എല്ലാത്തിനും വേറെ വേറെ ഹൈസ് ആണ്. പക്ഷെ ഇതിന്റെ എല്ലാം പ്രോസസ്സ് ക്രിയേഷന്റെ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഫ്ലോ, ആ എനർജി ഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയും ഞാൻ ഹാപ്പി ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഫ്ലോ അങ്ങനെ തന്നെ പോട്ടെ. ദാറ്റ്സ് ഇറ്റ് ഫോർ തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി. നിങ്ങളുടെ ഏറ്റവും അടുത്ത തിയേറ്റേഴ്സിൽ ഓടുന്നുണ്ട്, പോയി കാണുക. ഇവരെല്ലാരും നല്ല ഗംഭീര പെർഫോമൻസും നല്ലൊരു കഥയായിട്ടാണ്. ഒരു നമ്മുടെ സൊസൈറ്റിയിലേക്കൊക്കെ കുറച്ച് ഐ ഓപ്പണർ ഒക്കെ കൊടുക്കുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. സംതിങ് എൽസ്, എനിത്തിങ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഓഡിയൻസിനോട് പറയാനുണ്ടെങ്കിൽ? ഈ ലാസ്റ്റ് പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അതൊരു വേറെ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് ഉള്ളൊരു മിററിംഗ് ആണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഞങ്ങൾക്കും കാണാനായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു മീനാക്ഷി. താങ്ക് യു സോ മച്ച്. Thank you. താങ്ക് യു.